അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം കഴിഞ്ഞു അല്ലേ, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഒരു വീഡിയോ പോലും നിങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണേ. അപ്പം നമ്മുടെ ഷാഡോ പതിവ് പോലെ രാവിലെ എണീറ്റു കേട്ടോ. അപ്പം അവൻ ഈ ബിസ്ക്കറ്റാണ് ഞാൻ കൊടുക്കുന്നത്. രാവിലെ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. കാപ്പിയിലൊക്കെ മുക്കി അമ്മയാണ് കൊടുക്കുന്നത്, എങ്കിലേ അവൻ കഴിക്കൂ. അപ്പം ഓണമായതുകൊണ്ട് അമ്മാമ്മയും അമ്മച്ചിയും അങ്കിളും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നേ. പിന്നെ ഓണത്തിൻ്റെ അന്ന് തന്നെ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. ആ ചേട്ടൻ എല്ലാ വർഷവും ഓണാഘോഷം നടത്തുന്ന ഒരാളാണ്. നമ്മുടെ അവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് കുറേ പിള്ളേരുണ്ട്. അപ്പം അവരെല്ലാവരുടെ കൂടിയാണ് ഗെയിമുകളിലും അതിലും ഇതിലും ഒക്കെ പങ്കെടുക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചേട്ടൻ, മണിക്കുട്ടൻ ചേട്ടൻ. അപ്പം കല്യാണത്തിന് മുന്നേ ആയിരുന്നു എങ്കിൽ ഞാനും ഈ കൂടെ തന്നെ കണ്ടേനെ. ഇനി കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാനും ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. മാളൂന് അങ്ങനത്തെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഫുൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്ന ഒരാളാണ്. അപ്പം എന്താ, ആദ്യമേ തന്നെ സ്പൂൺ റേസ് ആയിരുന്നു, ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഫസ്റ്റ് എനിക്കായിരുന്നേ. പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, അതിനും ഫസ്റ്റ് എനിക്ക് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ടുതൊടൽ, അതിലും ഫസ്റ്റ് എനിക്കായിരുന്നു. അതുപോലെ തന്നെ മാളുക്കുട്ടനും 2-3 ഫസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കണ്ടത് ജാക്കിയാണ്. അവനങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പം എന്താ, അവനങ്ങനെ പ്രശ്നക്കാരനൊന്നും അല്ലാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതാ ജോളിയമ്മയും അമ്മാമ്മയും അമ്മച്ചിയും ഒക്കെ കൂടി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലായിരുന്നു കേട്ടോ ഫുഡ്. അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പം ഇത് ശ്രീലക്ഷ്മി ആയിട്ടും ഇത് ലിബിയ ചേച്ചിയൊക്കെ ആയിട്ടൊരു ഫോട്ടോ എടുത്താണ് കേട്ടോ. അതിപ്പം നമ്മുടെ ലാബിലെ എൻ്റെ ഫ്രണ്ട്സാണേ. അപ്പം കുറച്ച് പേരെയൊക്കെ കിട്ടിയിട്ടുള്ളൂ വീഡിയോയിൽ, എങ്കിലും ഞാൻ കാണിച്ചു തരുന്നുണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് സുന്ദരിക്ക് പൊട്ട് തൊടാം കേട്ടോ. അപ്പോൾ എന്താ, ജോളിയമ്മയാണ് പൊട്ട് തൊടാൻ പോകുന്നത്. ഇത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ജോളിയമ്മ സുന്ദരിക്ക് പൊട്ട് കുത്തി കഴിഞ്ഞപ്പോഴത്തേനാണ് ഏറ്റവും കൂടുതൽ ആരവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം ഇതാണിതാ നമ്മുടെ സുന്ദരി. കാണുമ്പോൾ തന്നെ ഒരു പൊട്ട് കുത്താനൊക്കെ തോന്നുമല്ലേ. എനിക്ക് നല്ലപോലെ തോന്നിയായിരുന്നു കേട്ടോ. അപ്പം ജോളിയമ്മ ദാ കറക്റ്റ് പൊസിഷനിൽ കവിളത്ത് തന്നെ കുത്തിയിട്ടുണ്ട്. അപ്പം എന്താ, രേഖയുടെ വക കുറച്ച് ബ്രേക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടെയുള്ളത് അമ്പാടിയാണ്. അപ്പം അവരുടെ വക കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ വക കുച്ചിപ്പുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഓരോ പരിപാടിയൊക്കെ ആസ്വദിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് വിട്ടുപോയായിരുന്നു കേട്ടോ. മാളുക്കുട്ടൻ്റെ സുന്ദരിക്ക് പൊട്ടുതൊടൽ അടിപൊളിയായിരുന്നു കേട്ടോ. വേറൊന്നും പറയാനില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ തൊട്ടെന്ന് ഓർക്കാം, ഇവൻ എവിടെ കൊണ്ടാണ് പൊട്ട് തൊട്ടതെന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ മാളുക്കുട്ടൻ പൊട്ട് കുത്തിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ കൂവലൊക്കെ ഉണ്ടായത്. അപ്പം അവനെന്താ, നല്ല കറക്റ്റ് പൊസിഷനിൽ അവനും സുന്ദരിക്ക് പൊട്ട് കുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സദ്യ വട്ടങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ പായസം എൻ്റെ അച്ഛയുടെ പ്രിപ്പറേഷനാണ്, അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫുഡ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ബൈ.